നമസ്കാരം, എൻ്റെ പേര് അനാമിക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിപ്പോൾ ഒരു സെക്കൻഡ് സെമിസ്റ്റർ B.Pharm സ്റ്റുഡൻ്റ് ആണ്. ഞാൻ അത്യാവശ്യം ബുക്കെല്ലാം വായിക്കാറുണ്ട്. ഞാൻ വായിക്കുന്ന ബുക്കിന് മിക്കുള്ള ബുക്കിന് ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഞാൻ ഇനി ഒരുപാട് ബുക്ക് റിവ്യൂസ് ചെയ്യും. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ബുക്ക് ദ 4 Agreements ആണ്, ഡോൺ മിഖേലിൻ്റെ. ഒരുപാട് നാളെ ഒരു ബുക്ക് റിവ്യൂ ചെയ്തിട്ട് ഞാൻ കോളേജിൽ കയറിയ ശേഷം എനിക്ക് ബുക്ക് വായിക്കാനോ റിവ്യൂ ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ 2024 എൻ്റെ ഒരു റെസൊല്യൂഷനാണ് കുറച്ചുകൂടെയൊക്കെ ബുക്ക് വായിക്കണം. കാരണം ഞാൻ മുമ്പ് ഒരുപാട് ബുക്ക് വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ സെൽഫ് ഹെൽപ്പ് ബുക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. കാരണം സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് ഉപദേശം തരും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനത് ഒരു തവണ വായിച്ചുകൊണ്ട് നിർത്തത്തില്ല. ഞാനത് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. കാരണം അതിലുള്ള എല്ലാം എനിക്ക് അബ്സോർബ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈസി റീഡാണ്. ഇതിനാകെ 140 പേജേ ഉള്ളൂ. നമ്മൾ പാളയത്തിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ 100 രൂപയ്ക്ക് ഇത് കിട്ടും. ഇതൊരു കുഞ്ഞു ബുക്കായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനേ കാണുള്ളൂ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാനൊരു ബുക്ക് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് വേറെ ആൾക്കാർ ചെയ്ത റിവ്യൂസ് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ബുക്കിനെ കുറിച്ച് 1 മണിക്കൂറൊക്കെ സംസാരിച്ചേക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇത്രയ്ക്ക് പറയാനുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കുറേ പറയാനുണ്ട്. ആൻഡ് ഇത് ഞാൻ ഒരു തവണ വായിച്ചോളൂ. എനിക്ക് വീണ്ടും വായിക്കണമെന്നുണ്ട്. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി ആ സെൻറ്റൻസ് ഫുള്ള് കാണാതെ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ടോൾടെക് സിവിലൈസേഷനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ബുക്കിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര ഒരു തവണ വായിക്കുമ്പോൾ നമുക്കത്ര കിട്ടണമെന്നില്ല. പക്ഷേ ഇതിൽ പറയുന്നത് ടോൾടെക് സിവിലൈസേഷൻ സമയത്ത് ഒരാൾ ഒരു ഗുഹയിൽ പോയി ആ കേവിൽ സ്പെൻഡ് ചെയ്ത സമയത്ത് അയാൾക്ക് ഉണ്ടായ ഐഡിയോളജി ബോധോദയം ആ സംഭവം അതാണ് അയാൾ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അയാൾ ആ ഗുഹയിൽ വെച്ച് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്ന ഒരു ഡ്രീമിലാണ്. നമുക്ക് പേഴ്സണലി ഒരു ഡ്രീം കാണും, നമ്മളെ ഫാമിലിക്ക് ഒരു ഡ്രീം കാണും, നമ്മളെ സൊസൈറ്റിക്ക് ഒരു ഡ്രീം കാണും. ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്മളെ ഡ്രീം നമ്മളെ ലൈറ്റാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദ പ്ലാനറ്റ് എന്നാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ബിലീവ് ചെയ്യുന്ന എല്ലാം, നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, ബിലീവ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്, ആക്ഷൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ കുഞ്ഞിലെ എങ്ങനെ വളർന്നു ആ സാഹചര്യം അനുസരിച്ചിരിക്കും. നമ്മളെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലുള്ള ഒരു എഗ്രിമെൻറ്റും നമ്മളായിട്ടുണ്ടാക്കിയ എഗ്രിമെൻ്റ് ആയിരിക്കത്തില്ല. ഒന്നുകിൽ നമ്മളെ വേൾഡ് തന്നതായിരിക്കും, ഇല്ലെങ്കിൽ മേ ബി നമ്മളെ പാരൻസ് തന്നതായിരിക്കും, നമ്മളെ സൊസൈറ്റി നമ്മളിൽ അടിച്ചേൽപ്പിച്ച എഗ്രിമെൻറ്റ്സ് ആയിരിക്കും. ആൻഡ് നമുക്ക് ആ എഗ്രിമെൻറ്റ്സ് എല്ലാം മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും. ഇതിൽ പിന്നീട് നമ്മൾ ഈ എഗ്രിമെൻറ്റ്സ് എല്ലാം കറക്റ്റ് അല്ലെന്ന് ഒരു ബോധം നമുക്ക് വന്നാലും അത് ചേഞ്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുന്നിലേ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ റൂളൊക്കെ വെച്ചിരിക്കുന്നത്, ഇതിനൊന്നും ആവശ്യമില്ല, മനുഷ്യർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. വലുതാവുമ്പം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിരിക്കും, പക്ഷെ കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, ഇത് കാരണമാണ് ഈ റൂൾ ഉള്ളത്, ഈ റൂൾ ഇല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എല്ലാം ഇതാണ്. ചില എഗ്രിമെൻറ്റ്സ് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അഫ്കോഴ്സ് സൊസൈറ്റിയിൽ ഒരു എക്വിലിബ്രിയം ഉണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം സൊസൈറ്റിയിലെ എല്ലാ റൂൾസും കറക്റ്റ് ആണെന്നല്ല. നമുക്ക് വേണമെന്നുള്ള അഗ്രിമെൻറ്റ്സ് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. നമുക്ക് വേണ്ടാത്തുള്ള അഗ്രിമെൻറ്റ്സ് എല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളയണം എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. എൻ്റെ മനസ്സിലോട്ട് കുട്ടിക്കാലത്ത് എൻഗ്രേവ് ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആണ്. എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് വാങ്ങിച്ചതാണ് ജയിച്ചത്, 1 മാർക്ക് വരെ കുറഞ്ഞാൽ തോറ്റ്. എൻ്റെ കൂടെ കൊച്ചിലെ പഠിച്ച ആരടുത്ത് ചോദിച്ചാലും പറയാം, എനിക്ക് 1 മാർക്ക് കുറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് കരയും. പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല, അമ്മേനെ ഫേസ് ചെയ്യാൻ പറ്റൂല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിലെ തീരെ കുഞ്ഞിലെ എനിക്ക് 1 മാർക്ക് കുറയുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ അതൊരു ബിഗ് ഡീലാക്കുമായിരുന്നു. എൻ്റെ പാരൻസ് ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയൂല. കാരണം അത് അങ്ങനെയാണ്, എല്ലാ പാരൻസിനും അവരുടെ മക്കളെ ഫസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ കുഞ്ഞിലെ ഞാൻ അങ്ങനെയാണ് വളർന്നത്. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടും അങ്ങനെയാണ് വളർന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, PT മീറ്റിങ്ങിൽ എന്നെക്കാളും 1/2 മാർക്ക് കുറഞ്ഞപ്പം അവൾ പറഞ്ഞു, അമ്മ 1/2 മാർക്കല്ലേ കുറഞ്ഞോളൂ. അപ്പോൾ അവളെ അമ്മ പറഞ്ഞ് 1/2 മാർക്ക് കുറഞ്ഞത് ഒരു കുറവ് തന്നെയാണ് എന്നവളെ അമ്മ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് നമ്മളെ വളർത്തിയത്. 1/2 മാർക്കിൻ്റെ കുറവ് തന്നെയാണ്. ക്ലാസ് ഫസ്റ്റ് വരണം, ഫുൾ മാർക്ക് കിട്ടണം. ഇപ്പോൾ കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന അതാണ്. എൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചൊരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ ഡെസ്പായി പോവും. കോളേജിലും ഓരോത്തിനും ഫുൾ മാർക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നത് അത് കംപ്ലീറ്റ് സ്റ്റുപ്പിഡിറ്റിയാണ്, അത് കിട്ടത്തില്ല. പക്ഷേ എൻ്റെ ബ്രെയിൻ വയർ ചെയ്തേക്കുന്ന അങ്ങനെയാണ്. ആ ഒരു എഗ്രിമെൻറ്റ് ഞാൻ മാറ്റാത്തിടത്തോളം കാലം എനിക്കൊരു സമാധാനവും കാണത്തില്ല.
അങ്ങനെയുള്ള എഗ്രിമെന്റ്സിനെ കുറിച്ചാണ് ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാനറ്റ് എന്ന ചാപ്റ്ററിൽ പറയുന്നത്. ഇതിലെ ഫസ്റ്റ് എഗ്രിമെന്റിൽ പറയുന്നത് ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ് എന്നാണ്. അതായത് നമ്മൾ എന്ത് സംസാരിക്കുന്നു അത് സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം നമ്മൾ മനുഷ്യരുടെ കയ്യിൽ ഉള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം നമ്മളെ വേർഡ്സ് ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എന്ത് പറയുന്നു അത് നമ്മൾ അട്രാക്ട് ചെയ്യും, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് സംസാരിക്കുന്നു അതാണ് നമ്മളെ റിയാലിറ്റി. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് അത് നമ്മൾ സൂക്ഷിച്ചും കണ്ട് വാക്കുകൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതായിരിക്കില്ല മറ്റേ ആൾ മനസ്സിലാക്കുന്നത്. ഈ ബുക്കിൽ ഹിറ്റ്ലറിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിളാണ്. ഹിറ്റ്ലർ എങ്ങനെയാണ് സ്വന്തം സ്പീച്ച് ഉപയോഗിച്ച് ഒരു ക്രൗഡിനെ തന്നെ ലൈക്ക് ബ്രെയിൻ വാഷ് ചെയ്തെടുത്തത്. അഫർമേഷൻസിൻ്റെ വാല്യൂ മനസ്സിലാക്കിയ ശേഷം പിന്നെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ബിഹേവിയർ ചേഞ്ചായി. ഇപ്പം ഒരു ഗേളിനെ കണ്ടിട്ട് അവളുടെ മുടി കൊള്ളാം എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ ലൈക്ക് അവളുടെ മുടി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ലൈക്ക് മനസ്സിൽ അറിയാം, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരത്ത് പറയും. പക്ഷേ ഇതിന് ശേഷം ഞാൻ ആ കുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് പറയും, എടി നിൻ്റെ മുടി അടിപൊളിയാട്ടോ എന്ന് പറയും. കാരണം അത് ഒരാളിൽ വരുന്ന ഇമ്പാക്റ്റ് ഇറ്റ്സ് സോ ഡിഫറെൻറ്റ്. പലപ്പോഴും നമ്മൾ ഹേറ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പറയാറുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട്, ഒരാളുടെ ഡ്രസ്സിങ് ഇഷ്ടപ്പെട്ട്, മുടി ഇഷ്ടപ്പെട്ടു, ഇതൊന്നും നമ്മൾ പറയാറില്ല. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. രണ്ടാമത്തെ അഗ്രിമെൻറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. അതായത് ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും അതൊന്നും നമ്മൾ പേഴ്സണലി എടുക്കരുത്. പക്ഷെ ആൾക്കാർ നമ്മളോട് എന്ത് പറയുന്നു അത് നമ്മളെ റിഫ്ലക്ഷൻ അല്ല, അത് അയാളുടെ തന്നെ റിഫ്ലക്ഷനാണ്. ഒരുപാട് സമയം എല്ലാ ആൾക്കാരും അവരുടെ ഫ്രസ്ട്രേഷൻസ് വേറൊരാൾ തീർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും കുട്ടികളുടെ അവരുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടി വിചാരിക്കും ലൈക്ക് ആ കുട്ടി ചെയ്ത എന്തോ തെറ്റായിരിക്കും എന്ന്. പക്ഷേ അതങ്ങനെയല്ല. ഈ ബുക്കിൽ പറയുന്നുണ്ട് സങ്കടം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരെ കൂടെ ഉള്ള ആൾക്കാരെയും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് ആൾക്കാർ നമ്മളോട് ഹേർട്ട്ഫുള്ളായിട്ട് പെരുമാറിയാൽ നമ്മളതൊന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്നേ ചിന്തിക്കാവൂ. ഇതാണ് ഇതിൽ ഏറ്റവും ഹാർഡ് ടേക്ക് അവേ. ഇത് നമുക്ക് ലൈക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. തേർഡ് എഗ്രിമെൻ്റ് ആണ് ഡോണ്ട് മേക്ക് എനി അസംഷൻസ്. അതുപോലെ തന്നെ മുൻധാരണ വെച്ച് ഒരു കാര്യം ചെയ്യരുത്, ഒരു സ്ഥലത്തും പോകരുത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അസംഷൻ ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണം. അതിങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് പോകരുത്. ഇത് ഇപ്പോൾ നമ്മൾ ഒരു ടീച്ചറിനെ കുറിച്ചാണെങ്കിലും അത് ഓരോ ആൾക്കാരും ഓരോ ടീച്ചറിനെ കുറിച്ച് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എന്നോട് നിങ്ങളൊരു ടീച്ചറിനെ കുറിച്ച് ചോദിച്ചാൽ എന്നോട് ആ ടീച്ചർ എങ്ങനെ പെരുമാറി എന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ടീച്ചർ മോശമായിട്ട് പെരുമാറിയ ഒരാളോടാണ് പോയി ചോദിക്കണമെങ്കിൽ ആ ടീച്ചർ വളരെ മോശമാണെന്നേ പറയത്തുള്ളൂ. എക്സാക്ട്ലി നമ്മളൊരു കോഴ്സ് എടുക്കുമ്പം, ഒരു കോളേജിൽ പോകുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പം ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കാണും. ലൈക്ക് ഇതെല്ലാം നമ്മൾ ആരുടെയും അഭിപ്രായം കേൾക്കരുത്, അത്രേ പറയാനുള്ളൂ. ഫോർത്ത് എഗ്രിമെൻ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് ആൾവേസ് ഡു യുവർ ബെസ്റ്റ്. പല കാലഘട്ടത്തിലും നമ്മളെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് യങ്ങായിരിക്കുമ്പോഴും നമുക്ക് സമയം ഉണ്ടായിരിക്കുമ്പോഴും എനർജി ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നതും സമയവും എനർജി ഒന്നും ഇല്ലാത്തപ്പോഴും ചെയ്യുന്നതും ലൈക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഈ ചാപ്റ്റർ വായിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ഞാൻ പല സമയത്തും ചിന്തിക്കാറുണ്ട് ഞാൻ പണ്ട് ചെയ്തതുപോലെ അത്ര ആവുന്നില്ല ഇത് എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ പണ്ട് നമ്മൾ ചെയ്ത സിറ്റുവേഷൻ വേറെയാണ്, ഈ സിറ്റുവേഷൻ വേറെയാണ്. മുമ്പ് എനിക്കുണ്ടായിരുന്ന ബെസ്റ്റ് തന്നെ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ആവണമെന്ന് എനിക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതായിരിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ബെസ്റ്റും വേറെ ഒരാളുടെ ഹയസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 2 സെക്കൻഡ് മുമ്പെയുള്ള എന്നെയായിട്ടും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്ക് ഈ ചാപ്റ്റർ വായിച്ചപ്പോഴാണ് എനിക്ക് നല്ലോണം മനസ്സിലായത്. ഈ ബുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് പറഞ്ഞിട്ടാണ്, ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്, സോ ഈസ് സഫറിങ്. ഓഫൻ ടൈംസ് നമ്മൾ സഫറിങ്ങിൽ ഒരു കംഫേർട്ട് കണ്ടുപിടിക്കാറുണ്ട്. അതിപ്പോൾ ഞാനും ഇത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആൾക്കാർ സിമ്പതി തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലോസ്റ്റ് പോയിന്റിലായിരിക്കുമ്പോൾ നമുക്കൊരു കംഫേർട്ട് കിട്ടാറുണ്ട്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല, നമ്മളെ ഉള്ളിൽ തന്നെ അതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ. സോ ഈ ബുക്കിൽ ഇതൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഈ ബുക്ക് ഞാൻ ഒരിക്കൽ കൂടെ മാത്രമല്ല, ഞാൻ ഒരുപാട് തവണ വായിക്കും. ഈ ബുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാവരും വായിക്കണം. ഇത് അത്ര
ലൈക്ക് ഓൺലൈൻ കിട്ടുമായിരിക്കും, 100 രൂപയ്ക്ക് കാണുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്താൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് റെക്കമെൻഡേഷൻസോ എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാം. ബൈ.